വേദജ്യോതിഷപ്രകാരം വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയം വന്നിരിക്കുകയാണ്. അതായത് ജനുവരി മാസം 28-ാം തീയതി ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് എത്തുകയാണ്. ഇത് 3 രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിനമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശുക്രൻ എന്ന് പറയുന്നത് സമ്പത്തിൻ്റെയും സർവ ഐശ്വര്യങ്ങളുടെയും സകല ഉയർച്ചകളുടെയും ഒക്കെ ദാതാവാണ് എന്നുള്ള കാര്യം. ഇത്രയും അധികം അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ മനുഷ്യരിലേക്ക് നൽകുന്ന ശുക്രൻ എന്ന ഗ്രഹം മീനം രാശിയിൽ അതിൻ്റെ എല്ലാവിധ അനുഗ്രഹഭാവത്തോടു കൂടി വന്ന് നിൽക്കുന്നത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, അതായത് ഈശ്വരനോട് നിങ്ങൾ കരഞ്ഞപേക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് മറുപടി എന്നോണം അത്ഭുതകരമായ നേട്ടങ്ങളാണ് നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന നേട്ടങ്ങളെ പറ്റിയുമെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന 3 രാശിക്കാർക്കും ജനുവരി മാസം 28-ാം തീയതി മുതൽ മറ്റുള്ള ഉയർച്ചകളോടൊപ്പം തന്നെ ജീവിതത്തിൽ ധനികനാവാനുള്ള യോഗവും കോടീശ്വര യോഗവും കൂടിയാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശുക്രൻ്റെ മീനം രാശിയിലെ ജനുവരി 28-ാം തീയതി തുടങ്ങുന്ന അത്ഭുതങ്ങൾക്ക് 5 മാസത്തെ ദൈർഘ്യമുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനോടകം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ശുക്രൻ ശക്തി ആർജിച്ച് നിൽക്കുന്ന 2025 ജനുവരി മാസം 28-ാം തീയതി മുതൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാർക്ക് ജനുവരി മാസം 28-ാം തീയതി മുതൽ ജീവിതത്തിൽ ഒന്നിനൊന്ന് മികച്ച അനുഭവങ്ങളായിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. കാരണം മേടം രാശിയുടെ 11-ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമണം നടത്തുന്നത്. നിങ്ങൾ മേടം രാശിക്കാർ പരമാവധി ഈ സമയത്ത്, അതായത് 2025 ജനുവരി മാസം 28-ാം തീയതി മുതൽ 5 മാസത്തെ കാലയളവിനുള്ളിൽ ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കുവാൻ പരമാവധി നോക്കുക. കാരണം നിങ്ങൾക്ക് അത്രയേറെ സമ്പന്നതയിലേക്ക് വഴി തുറക്കുന്ന തരത്തിലുള്ള ഭാഗ്യയോഗമാണ് ഉദിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു മടിയും വിചാരിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക. സർവസമ്പത്തും മനുഷ്യന് നൽകുന്ന ശുക്രൻ്റെ അനുഗ്രഹം കൂടെ ഉള്ളപ്പോൾ അതെല്ലാം ഒരു വിജയത്തിലേക്ക് മാത്രമേ കലാശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്വന്തമായി കച്ചവടങ്ങളും ബിസിനസ്സുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും വ്യത്യസ്തമായി ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങളുടെ കച്ചവടത്തെ മാറ്റുവാൻ തക്കതായ ചില അവസരങ്ങൾ ലഭിക്കും. ഇത് നിങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയെ വീണ്ടും മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമായി വരും. ഇനി അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മേടം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളോടാണ്. നിങ്ങൾ മക്കളെ ഓർത്ത് കരഞ്ഞു തീർത്തിട്ടുള്ള ദിനങ്ങളുണ്ട്. മക്കളുടെ ഭാവിയെപ്പറ്റി ഓർത്ത്, അവരുടെ ജീവിതത്തിൽ ഒരുവിധമായ ഉയർച്ചയും ലഭിക്കാത്തതിനെ ഓർത്ത് സങ്കടപ്പെട്ട് നിങ്ങൾ വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ ഉയർച്ചകൾ നിങ്ങൾ ഈ ഒരു കാലയളവിൽ കാണും. മക്കളിൽ ഉണ്ടാകുന്ന ഉയർച്ച നിങ്ങളുടെ കുടുംബത്തെ തന്നെ കൈപിടിച്ച് ഉന്നതിയിലേക്ക് എത്തിക്കും. ഇനി രണ്ടാമതായി ശുക്രൻ്റെ ഉച്ചരാശിയായ
മീനം രാശിയിലേക്കുള്ള സംക്രമണം കൊണ്ട് ജീവിതത്തിൽ ജനുവരി മാസം 28-ാം തീയതി മുതലുള്ള 5 മാസത്തിനുള്ളിൽ സകല സൗഭാഗ്യങ്ങളും ഉയർച്ചകളുമൊക്കെ നേടിയെടുക്കുവാൻ പോകുന്ന അടുത്ത രാശിക്കാർ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ശുക്രൻ ധനുരാശിയുടെ 4-ാം ഭാവത്തിലാണ് മീനത്തിലേക്ക് സംക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഭൗതികമായ സുഖങ്ങളും ആത്മീകമായ സന്തോഷങ്ങളുമൊക്കെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇത്. പ്രധാനമായും ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചില തടസ്സങ്ങളൊക്കെ നീങ്ങി ആഗ്രഹിച്ച തരത്തിലുള്ള വസ്തുവകകൾ വാങ്ങുവാനും, അതുപോലെ തന്നെ വസ്തു കച്ചവടത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വിലയിൽ തന്നെ ആ വസ്തു കച്ചവടം നടത്തുവാനുമൊക്കെ ഈ സമയത്ത് ഭാഗ്യം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ മാനസിക സന്തോഷവും ആരോഗ്യനിലയുമൊക്കെ വളരെ മെച്ചപ്പെട്ട നിലയിലായിരിക്കും എന്നുള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ സാമ്പത്തിക ഉന്നതകൾ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിലുള്ള ദൃഢതയും മനസ്സമാധാനവുമൊക്കെ വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലയളവായിരിക്കും ശുക്രൻ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു സമയം. പരമാവധി കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഇനി മൂന്നാമതായി, ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്തത്ര ശുഭകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ മീനം രാശിക്കാർ തന്നെയാണ്. മീനം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത് എന്നതിനാൽ തന്നെ മീനം രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് മാധുര്യം ഏറെ ആയിരിക്കും. ആരോടും ഇതൊന്നും പറയരുത് എന്ന് കരുതി ചില കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് വളരെയധികം മനസ്സിൽ നേറി കഴിഞ്ഞിരുന്ന മീനം രാശിക്കാർക്ക് ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഏറെക്കുറെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ച അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ പ്രതീക്ഷ കൈവിടേണ്ട സമയമല്ല ഇത്. ഇത് നിങ്ങൾ പ്രതീക്ഷകളെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. കാരണം ജ്യോതിഷ ലോകം തന്നെ അത്ര പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് 2025 ജനുവരി മാസം 28-ാം തീയതി. ഇനി ശുക്രൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് മീനം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ സ്വഭാവത്തിൽ വരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അതായത് പെട്ടെന്ന് ദേഷ്യവും സങ്കടവുമൊക്കെ വന്നുകൊണ്ടിരുന്ന മീനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും പെരുമാറുവാനും ചില തീരുമാനങ്ങളൊക്കെ വളരെ ശരിയായ രീതിയിൽ എടുക്കുവാനുമൊക്കെ സാധിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഈ മാറ്റം കൊണ്ട് തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വളരെ വലിയ തരത്തിലുള്ള ചില ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സഹായകമാകും. നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ സ്വഭാവമാറ്റം നിങ്ങളെ ഉയർച്ചകളിലേക്ക് നയിക്കും എന്നതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇനി മീനം രാശിക്കാരുടെ സാമ്പത്തിക നിലയെ പറ്റി പറയുകയാണെങ്കിൽ 2025 ജനുവരി മാസം 28-ാം തീയതി മുതലുള്ള 5 മാസം നിങ്ങളുടെ വരുമാന സ്രോതസ്സിനെ പുഷ്ടിപ്പെടുത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പുതിയ ജോലി, ഉയർന്ന ശമ്പളം, ഗവൺമെൻറ് ജോലിയിലേക്കുള്ള നിയമനം എന്നിവയൊക്കെ ഈ ഒരു സമയത്ത് മീനം രാശിക്കാരെ തേടിയെത്തും. അപ്പോൾ നാം ഇന്നത്തെ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ള 3 രാശിക്കാരും ജീവിതത്തിൽ സമ്പന്നതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ദിനമാണ് 2025 ജനുവരി മാസം 28-ാം തീയതി. പിന്നീട് അങ്ങോട്ടുള്ള 5 മാസത്തിനുള്ളിൽ ശുക്രൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വസമ്പൽ സമൃദ്ധിയും മാനസിക സന്തോഷവും സമാധാനവുമെല്ലാം വന്നു നിറയും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക.
നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.